സമീപകാലത്ത് കേരളത്തിൽ നിന്ന് ഏഷ്യയുടെ തെക്ക് കിഴക്കൻ രാജ്യങ്ങളിലേക്ക് പോയ 2000-ഓളം പേരെയാണ് കേരള പോലീസിന്റെ സൈബർ വിംഗ് പരിശോധിച്ചത്. ഇതിൽ 30% പേർ കംബോഡിയ അടക്കമുള്ള രാജ്യങ്ങളിലെ സൈബർ തട്ടിപ്പ് മാഫിയ കേന്ദ്രങ്ങളിൽ അകപ്പെട്ടെന്ന് കണ്ടെത്തി. ഇവരിൽ 40-ഓളം പേരെ പോലീസ് ഇടപെട്ട് കേരളത്തിലെത്തിച്ചു. ഇവരിൽ നിന്നാണ് സൈബർ തട്ടിപ്പ് കേന്ദ്രങ്ങളിലേക്ക് കേരളത്തിൽ നിന്ന് റിക്രൂട്ട്മെന്റ് നടത്തുന്ന ഏജന്റുമാരെ പറ്റി വിവരം ലഭിക്കുന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഏജന്റുമാർ സൈബർ പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. ഇവരുടെ പട്ടിക തയ്യാറാക്കി അതത് ജില്ലാ പോലീസ് മേധാവിമാർക്ക് നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ ഏജന്റുമാരുടെ വിവരങ്ങൾ പോലീസ് അതീവ രഹസ്യമായി സൂക്ഷിച്ചിരിക്കുകയാണ്. അടുത്ത ദിവസങ്ങളിൽ സ്പെഷ്യൽ ഡ്രൈവിലൂടെ ഏജന്റുമാരെ ഒരുമിച്ച് അറസ്റ്റ് ചെയ്യാനാണ് പോലീസിന്റെ നീക്കം. തൊഴിൽ തട്ടിപ്പിൽപ്പെട്ടാണ് പല മലയാളി യുവാക്കളും മ്യാൻമാറിലെയും കംബോഡിയയിലെയും ഒക്കെ സൈബർ തട്ടിപ്പ് കേന്ദ്രങ്ങളിൽ എത്തപ്പെടുന്നത്. അവിടേക്ക് റിക്രൂട്ട്മെന്റ് നടത്തുന്ന സംസ്ഥാനത്തെ ഏജന്റുമാരെ പൂട്ടുന്നതോടെ കൂടുതൽ യുവാക്കൾ ഇത്തരം കേന്ദ്രങ്ങളിലേക്ക് എത്തുന്നത് തടയാൻ കഴിയുമെന്നാണ് സൈബർ ഓപ്പറേഷൻ വിഭാഗത്തിന്റെ പ്രതീക്ഷ. സുധീഷ് തിരുവല്ലയ്ക്കൊപ്പം ആർ അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.